ഫുള്ളോ ലിറ്ററാണ് അളിയ. ഇതിന്റെ ഒരു സന്തോഷത്തിന് എന്താ കാര്യം? അല്ല എന്തെങ്കിലും തക്കതായ കാര്യമില്ലാതെ ഇങ്ങനെ ചെലവേണ്ട കാര്യമില്ലല്ലോ. അതെ, അറുത്ത കൈക്ക് പഞ്ചസാര തേക്കാത്തവനാണ് അളിയൻ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. എല്ലാവരും പറയണല്ലേ, ഒരു ചേഞ്ച് വേണ്ട അച്ഛനെ. മാത്രമല്ല അളിയനാണെങ്കിൽ ഇത് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അളിയനെ താഴ്ത്തി കെട്ടാനും പറ്റില്ലല്ല. എന്തായാലും എന്റെ പൊന്നളിയനാണ്. അല്ലാതെ അല്ലളിയ, എന്താ ഈ ചെലവിന് ഉദ്ദേശം? ചൊറിയും കുഷ്ണോ അല്ല, കുറച്ച് ക്യാഷ് വരാണ്ടായിരുന്നല്ലോ അളിയാ. പെട്ടെന്ന് അത് വന്ന്, എന്നാ പിന്നെ അത് ആഘോഷിച്ച് കളയാന്ന് വിചാരിച്ചേ. കളയാൻ ഞങ്ങള് സമ്മതിക്കൂല്ല. അതിന് ഞാൻ ഒട്ടും സമ്മതിക്കില്ല. അപ്പൊ പിന്നെ പറഞ്ഞു തരൂല്ലേ. എന്താടാ പോയിട്ട് പെട്ടെന്ന് എന്തേ വിശേഷം ഉണ്ടോ? അതൊക്കെ പറയേച്ചി. ചേച്ചി ആദ്യം ചിക്കൻ കൊണ്ടുവരും നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് വെക്കി, നല്ല എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചിട്ട് എന്റെ അളിയനും കമ്പനിക്കാർക്കൊക്കെ കണ്ട് കൊടുക്കി ഒരു എൻജോയ് ചെയ്യട്ടെ. ആരെയോ പൊരിച്ച മട്ടുണ്ടല്ലോ. അളിയ, നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങളാണ് അളിയ. ഒരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ആ കള്ളൻ അടിച്ചു മാറ്റി കൊണ്ടുപോയത്. ആ പൈസ നഷ്ടപ്പെട്ട എന്റെ ദുഃഖം വരെ മനസ്സൊന്ന് മായ്ച്ചു കളയാൻ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ചേച്ചി, ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ കള്ളനെ കുറിച്ചുള്ള ഏകദേശം വിവരം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പോലീസ് കംപ്ലൈന്റും ചെയ്തിട്ടുണ്ട്. അവനെ കിട്ടിക്കഴിഞ്ഞാ നന്നായിട്ട് പെരുമാറിയ ശേഷം പോലീസ് ലയിപ്പിച്ചാൽ മതി എന്നാ അവർ നമ്മളോട് പറഞ്ഞേക്കണത്. ആ കള്ളൻ ഉടനെ പോലീസിന്റെ വലയെ കുടുങ്ങുന്ന അവര് പറഞ്ഞത്. പോലീസും പട്ടാളൊന്നും വേണ്ട, അവൻ എന്റെ കൈ കിട്ടിയാണല്ലോ തീർക്കുകയും കൊന്നോളേ. എന്നാ പിന്നെ ഞാനൊന്നും അങ്ങോട്ട് ഇറങ്ങട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതൊന്ന് പോക്കാണല്ലയ്യ. രണ്ടെണ്ണം കഴിച്ചിട്ട് പാള വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാന്ന്. ഞാനിത് പെട്ടെന്ന് ശരിയാക്കടാ. അതല്ലേ ചേച്ചി, പോയിട്ട് അർജന്റ് കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് പാതാളം വരെ പോണം. ഞാൻ പോയിരാ. പാതാളത്തിലേക്ക് പോകാൻ ഇയാളെന്താ മാവേലിയാ? ഇവന്റെ പോക്കത്ര പന്തിയല്ലല്ല. എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുണ്ട്. ആശാനെ, നമ്മുടെ നാടകത്തിന്റെ കോസ്റ്റ്യൂംസ് എന്തെങ്കിലും പുറത്തെടുത്തിട്ടുണ്ടോ? അതിന് നിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ വീട്ടിൽ കൊണ്ടുപോയില്ലേ? എന്താടാ സുനി, എടാ വലിച്ചു പോണെന്ന് കഴിക്കത്. എന്നാ പിന്നെ ഹോംലി ബാറിലേക്ക് പോവാം. ഹോംലി ബാറോ? ഇംഗ്ലീഷ് അറിയില്ല. മുകളിലേക്ക് പോവാന്ന്. അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടും. അടിച്ച് ഓഫായി കാല് തെറ്റിക്കഴിഞ്ഞാ ഉള്ള കാറ്റുകൂടിയും പോട്ടാശാനെ. ടെറസെങ്കിൽ ടെറസ്. ആശാനെ, ഇത് ഞാൻ എടുത്തോട്ടെ? പൊട്ടിക്കരുത്. ഇല്ല. ഓ, അവനവന്റെ സ്വന്തം കൊച്ചിനെ പോലും ഇങ്ങനെ എടുത്തിട്ടില്ല. വാങ്ങട് പാശനെ. എന്താ ചാവ നടക്കുക? ചൂടാവാതെ മാഷേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ. എന്നെ മാഷിന് മനസ്സിലായോ? അങ്ങനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഭഗവാൻ കൃഷ്ണൻ. നിങ്ങൾക്ക് ഞാനിപ്പോ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ചിലപ്പോ വരം തരും, ചിലപ്പോ വരം തിരിച്ചെടുക്കുകയും ചെയ്യും. ഭസ്മാസുരന്റെ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് മാഷിന്റെ അവസ്ഥ. എനിക്ക് നല്ല പ്രാന്താലേ. അതെ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്നെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഹേ, ഇത്രയും ബോറായിട്ടുള്ള മോന്ത ഞാൻ ആദ്യമായിട്ട് കാണാം. എന്നാ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. മാഷിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീഡിയോ. കാണിക്കും. എന്നാ കണ്ടോ. നല്ല പരിചയമുള്ള പട്ടി കൂടാണല്ലോ. പട്ടിയുടെ പോയി. പട്ടി വാർക്ക പണിക്ക് പോയി. മാഷ വീഡിയോ ആണ്. സത്യത്തിലും അതല്ലേ പറഞ്ഞത് കൃഷ്ണനാണെന്ന്. തൂണിലും തുരുമ്പിലും ഏത് കള്ളന്റെ മുന്നിലും ഞാൻ ഉണ്ടാവും. അത് മാത്രം വിളിക്കരുത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയത്. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണ് കളവെന്നും അത് ചെയ്യുന്ന ആളിനെയാണ് കള്ളനെന്നും വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്ന എന്തിനാ? പ്രേമേട്ടനെ എനിക്കറിയാം, അവിടെയുള്ള നാടകക്കാരെ എനിക്കറിയാം. എല്ലാരെയും വീഡിയോ ഒന്ന് കാണിക്കണം. മോനെ, ഈ ചതിക്കരുത്. എന്റെ മാനം കപ്പലേറി പോവും. ശരി, മാനം കളയുന്നില്ല. ഒരു പാലഘട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമല്ലോ. നടന്നോ, പക്ഷെ എന്നെ ഓടിക്കരുത്. അനക്ക് എന്താ വേണ്ടത് പറയും? പറയാം. ആശാനെ, അളിയന്മാരുടെ ഇടയിൽ ഇത്രയും സൽസ്വഭാവിയും പരോപകാരിയുമായ ഒരു അളിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ പറയരുത്. നിനക്കൂലടാ പരോപകാരിയായ ഒരു അളിയൻ. പരോപകാരിയാ, ഉപദ്രവകാരി എന്ന് പറഞ്ഞവനാ. അങ്ങനെ നീ സംസാരിക്കില്ലടാ. എടാ, നിന്റെ പെങ്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എല്ലാം മറന്ന് ഒരു ജീവിതം കൊടുത്തവനാണ് നിന്റെ അളിയൻ. ശരിയാ. ഇപ്പൊ 2 ദോഷങ്ങൾ കൂടിയിട്ട് എനിക്ക് കിടക്കപ്പെടുത്തില്ല. എന്തിന്? ശ്രീധരത്തിന്റെ ബാക്കി ഇനിയും കൊടുക്കണമെന്ന് അവന്. അപ്പൊ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കടാ. നിങ്ങളെ പോലെ എത്ര കണ്ടകശനികളാണ് ഞാൻ നോക്കണം.
എന്നാലും ഹരിയളിയൻ ഈ കുടുംബത്തോട് പ്രത്യേക സ്നേഹമുണ്ട്. നല്ലവനാ, പരോപകാരിയാ. ആ സ്നേഹത്തിന്റെ മുന്നിലാണ് പലപ്പോഴും നമ്മള് തോറ്റു പോണത്. മനസ്സിലായില്ലേ? എന്താ ഇപ്പൊ കാണിച്ചത്? ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് ജയിച്ചോട്ടറാ. എന്നാലും ഹരിയാളിനാണ് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റണില്ല. കരോളിന് കാശ് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം മറക്കാൻ വേണ്ടി ഹരിയാളിയൻ എന്തിനാ നമുക്ക് ഈ കള്ള് മേടിച്ചത്? കം ടു ദ പോയിന്റ്. എടുക്ക് പ്രമേട്ട, എന്റെ ഫോട്ടോ എടുക്ക്. അല്ല, ചക്കരപ്പൊന്ന്. ചക്കരയാ? ചക്കപ്പൂത്തെന്നല്ലേ പറയുന്നുണ്ടായിനി? എടുക്ക് അല്ല, എടുക്ക് സു, എടുക്ക് പ്രമേട്ട. ഇനി അതിൽ നോക്ക്, അതിൽ എന്റെ രൂപം താളാത്മകമായിട്ട് പതിഞ്ഞിട്ടുണ്ടോന്ന്? വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആന്നല്ല. ഇനി എന്റെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങള് നാളെ അങ്ങോട്ട് വരുമല്ല, അപ്പൊ കാണിച്ചേരാ. പിന്നെ എന്റെ മാല അത് ഇന്ന് തന്നെ എടുപ്പിച്ച് തന്നിട്ടില്ലെങ്കിൽ ഈ സുഹാസിനി ആരാന്ന് നിങ്ങൾ അറിയും. സുഖോ, ഒന്ന് പറയട്ടെ. പോയല്ലോ. സൗന്ദര്യത്തിന്റെ കാര്യത്തിലേ ഹേമുവിന്റെ മുന്നിൽ നീ വട്ടപ്പൂജയാണ്, വട്ടപ്പൂജ. ഹേമു, ഒരു ഫോട്ടോ, ഒരെണ്ണം. നിങ്ങളൊരു കള്ളനാ, നല്ല പഠിച്ച കള്ളൻ. അങ്ങനെ പറയല്ലേ ഹേമു. ഹേമു, ദേ, ഓ. ആ, എന്തായാലും മതി, കിട്ടിയതായി. എന്തായി? എടുത്തെടുത്ത് ദേ നോക്കിയേ. ഇത് സുഹാസിനി ചേച്ചിയല്ലേ? ഹേമയുടെ മുന്നിൽ അവള് കയറി നിന്നു. എന്നാ പിന്നെ രണ്ടുപേരും ചേർത്തിരുത്തിരിക്കാറുന്നല്ല ഫോട്ടോ. എന്റെ ആശനം, നമ്മുടെ ലക്ഷ്യം എന്താ? ഹേമേച്ചിയുടെ കഴുത്തി കിടക്കുന്ന മാലയുടെ ഫോട്ടോ വേണം. 2 പേരോ 4 പേരും നിന്നോട്ടെ, നമുക്ക് ഫോട്ടോ കിട്ടിയ പോരെ? ഓ, അതെനിക്ക് കത്തില്ലടാ. എങ്ങനെ കത്താനാ? ഈ തലക്കകത്ത് നാട്ടിലെ മൊത്തം കടങ്ങളും ഉണ്ടല്ലോ, പിന്നെ ഇതെങ്ങനെ കത്താനാ? ഇനിയിപ്പോ എന്ത് ചെയ്യോടാ? എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, മാലയുടെ ഫോട്ടോ നമുക്ക് എടുക്കണം. ആശം മൊബൈലിൽ നിന്ന് വളരെ നാടകീയമായി. നീ നാടകം കളിക്കാതെ കാര്യം പറ. അതല്ല, വളരെ നാടകീയമായിട്ട് മാലയുടെ ഫോട്ടോ എടുക്കുന്നെങ്കിലും ഞാൻ കാണിച്ചിട്ട് നോക്കിന്ന് പഠിച്ചോളണം. നടനാത്ത നടൻ, സ്വന്തം ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ അറിയാൻ പാടില്ലാത്ത നടൻ. നോക്കി കഥ വാങ്ങട്. ദേ അടങ്ങിയിരിക്കും, ഈ ചെടിയൊന്ന് കളയട്ടെ. എനിക്ക് പഠിക്കാനുണ്ടമ്മേ. ദേ പറയുന്നൊന്ന് കേട്ടെ. നീ ആ പുസ്തകം മാറ്റി വെച്ച നമ്മുടെ ഒരു കാര്യം മുടി പിടിച്ച് വലിക്കാതെ അമ്മേ. തിരിച്ചെടുക്കും. ഹേമേച്ചി, വഴക്കാണി പോയിട്ട് പിന്നെ വരേച്ചി. കാരണം ഇതുകൊണ്ട് താങ്ങാനുള്ള കരുത്ത് ഈ ലോല ഹൃദയത്തിനില്ല ചേച്ചി. ഇവനിത് നാടകത്തിലെ ഡയലോഗാണ് ഈ പറയുന്നത്. ഒരു അനാഥനായി ജനിച്ചത് കൊണ്ടാകാം ചെറുപ്പം മുതലേ ജീവിതത്തിൽ അവഗണനയായിരുന്നു. കളിപ്പന്ത് കളിക്കുന്ന കുട്ടികൾക്കിടയിലും സാറ്റണ്ണി പാത്ത് കളിക്കുന്ന സമപ്രായക്കാർക്കിടയിലും എന്നും എപ്പോഴും അനാഥനെന്നുള്ള അവഗണന നശിപ്പിക്കും. പക്ഷേ അവഗണനയ്ക്കൊരു മാറ്റം വന്നത് പ്രേംലാൽ എന്ന വലിയ മനുഷ്യൻ എന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷമാണ്. ഈ വീട് എനിക്ക് സ്വർഗമായി മാറി. എന്റെ ആശാൻ അന്നു മുതൽ എന്റെ ഏട്ടനും അച്ഛനും ഗുരുനാഥനുമായി. എന്റെ ആശാൻ എനിക്ക് ഏട്ടനും അച്ഛനുമൊക്കെ ആകുമ്പോൾ എന്റെ ആശാന്റെ ഭാര്യമാർ എനിക്ക് അമ്മയും ഏട്ടത്തിയമ്മയും ചേച്ചിയും ഒക്കെ ആയി മാറി. എങ്ങോട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്? നിങ്ങളെന്റെ സ്വന്തമാണെന്ന് പറഞ്ഞിട്ടും എന്റെ ഒരു സുഹൃത്ത് അവൻ മാത്രം വിശ്വസിക്കുന്നില്ല. എനിക്ക് അവനെ വിശ്വസിപ്പിക്കണം. അതിനുവേണ്ടി എനിക്കൊരു ഫോട്ടോ എടുക്കണം. പ്ലീസ്, അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ഫോട്ടോ. ഇതിനായിരുന്നു നീ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത്? ഇവനാള് കൊള്ളാല. ഇവന് വരെ എന്നെക്കാൾ ബുദ്ധിയായി. ഒരു ഫോട്ടോ അവനെ കാണിക്കാൻ വേണ്ടി മാത്രം. നീ എടുത്തോടാ, ഞാൻ വേണ്ടേ? നീ വേണ്ട, നീ മാറുന്നു. അടിപൊളി. തിരിച്ച്. പണ്ടത്തെ സൗകര്യം കഴിഞ്ഞോ? ഇനി നമുക്ക് ഒരു സെൽഫി. എടി, അടുത്തേക്ക് ഇരിക്കും. നിന്റെ പട്ടി വരും. നീ ഇരിക്കണല്ലോ. നീ എടുക്ക. ഹലോ ഹലോ, വള്ളിക്കെട്ടാ? വള്ളിക്കെട്ട മാനവീയം, മാനവീയം. മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ആ പിന്നെ ഇന്ന് വൈകിട്ടാ പരിപാടി. പറഞ്ഞ പണം എത്തിക്കില്ലേ? പിന്നെ എത്തിക്കും. അതിലൊരു മാറ്റമില്ല. പിന്നെ പപ്പുക്കുട്ടി ആശാൻ പറഞ്ഞ വാക്കിന് ഒരുപാട് വില കൽപ്പിക്കുന്ന ആളാ. ആ വലിയ മനുഷ്യന്റെ പേരിലാ ഈ അവാർഡ് കൊടുക്കുന്നത്. പണം എത്തിക്കില്ലേ? ആ, എത്തിക്കോന്ന്. ചിരിച്ചോ ചിരിച്ചോ, ഞാനിവിടെ കരഞ്ഞുകൊണ്ട് ഓടേണ്.
ആശാനെ ആ. ഇപ്പൊ ആരെ വിളിച്ച ആ മാനവീയം വള്ളിക്കെട്ടാടാ. എന്റെ ദൈവമേ. സുഹാസിനിക്ക് ഇന്ന് തന്നെ മാലയും എടുത്തു കൊടുക്കണം. ആശൻ ടെൻഷനൊന്നും അടിക്കണ്ടേ. ഡ്യൂപ്ലിക്കേറ്റ് മാലയൊക്കെ അവരുണ്ടാക്കി തരും. പക്ഷെ ഹേമേച്ചയുടെ ഒറിജിനൽ മാല അവർക്ക് കാണണം. ആ മാല കണ്ടാലേ അവർ ഡ്യൂപ്ലിക്കേറ്റ് മാല തരുള്ളൂ. സംഗതി കുഴപ്പമാവൂടാ. എന്ത് കുഴപ്പാശാനെ? ഡ്യൂപ്ലിക്കേറ്റ് മാല വെച്ചിട്ട് അതിന് പകരമായിട്ട് ഹേമേച്ചയുടെ ഒറിജിനൽ മാല നമ്മൾ എടുക്കുന്നു. ഈ ഒറിജിനൽ സ്വർണ്ണമാല നമ്മൾ ബാങ്കിൽ പണയം വെച്ചിട്ട് സുഹാസിനി ചേച്ചിക്ക് വേറെ മാല നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു. ബാക്കിയുള്ള 10,000 രൂപ നമ്മൾ മാനവീയങ്കാർ കൊടുക്കുന്നു. പക്ഷേ ഹേമേച്ചയുടെ കഴുത്തി കിടക്കുന്ന മാല ഊരിയെടുക്കേണ്ട ജോലി അത് ആശാനുള്ളതാണ്. പറഞ്ഞു കേട്ടല്ല, മാല ഊരിയെടുക്കേണ്ട ജോലി അത് ആശാനുള്ളതാണ്. ഓക്കെ? അച്ഛാ, അമ്മയുടെ മാല കയ്യിലുണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് പോയാൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നം. എടാ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ പഠിക്കണം. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കും. മുള്ളിന്റെ മോനെ അടിയാതിരുന്നാ മതിയായിരുന്നു. ഭഗവാനെ, ഇതിലടങ്ങേക്കണേ. സുഖു, ദേ നോക്കിയേ. ഡിങ്കി ഡിങ്ക. സുഖു, ഒന്ന് നോക്കൂ സുഖു. ഈ മാല എങ്ങനെ നോക്കിയേ? ഇതേത് മാല? ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയ പുതിയ മാല. അപ്പൊ എന്റെ കാശുമാല? എന്റെ സുഹു, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷൻ, കല്ലുമാല. കല്ലുമാലയാ? അപ്പൊ എന്റെ സ്വർണ്ണമാല? എന്റെ സുഹു, അത് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. ഇതൊന്ന് നോക്കിയേ. കഴിഞ്ഞ ദിവസം മഞ്ജുവാരുടെ ഈ മാലിട്ടിട്ടാണ് ഒരു സിനിമയിൽ വന്നത്. അതേന്ന് നോക്കട്ടെ. ഇതാ നോക്ക്. സംഗതി കൊള്ളാം. ഇത് സ്വർണം തന്നെയല്ലേ? അതേന്ന്. എന്താ സുഹു എന്നെ ഒരുമാതിരി വിശ്വാസമില്ലാത്തല്ല സംസാരിക്കണത്? എനിക്ക് സങ്കടം വരും കേട്ടാ. എനിക്ക് ഈ ഭൂമിയിലെ രണ്ട് പേരെ മാത്രമേ വിശ്വാസം ഇല്ലാണ്ടുള്ളൂ. ഒന്ന് പ്രേമേട്ടനെ, പിന്നെ പ്രേമേട്ടന്റെ റൈറ്റ് ഹാൻഡ് ആയ ശിഷ്യന്. രണ്ടും കള്ളന്മാരാന്ന്. എന്നാലും സാധനം കൊള്ളാം. പിന്നെ സൂപ്പർ ആയിട്ടുണ്ട്. കല്യാണത്തിന് ഞാൻ ഇതിട്ടോണ്ട് പോയാ എല്ലാരും ഒന്ന് ഞെട്ടൂലേ? പിന്നെ ഞെട്ടും. ഞാൻ അത്ര ഞെട്ടിട്ടാണെന്നറിയോ ഈ മാല ഒപ്പിക്കാൻ പറ്റിയത്. എന്നാ പറഞ്ഞിനി? കഷ്ടപ്പെട്ട് വാങ്ങിയ മാല ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ. ഇഷ്ടപ്പെട്ടിനി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ പ്രേമേട്ടൻ നല്ലൊരു കാര്യം ചെയ്തു. ഇത്തിരി കൂടി കനത്തിലാവായിരുന്നു. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല, നിന്റെ വായിന്ന് ഒരു നല്ല വാക്ക് കേട്ടല്ല. ഇന്ന് പണിയൊക്കെ എടുക്കുന്ന കൊച്ചുതമ്പുരാട്ടിയാണോ? എവിടെ പോയി അമ്മ തമ്പുരാട്ടി? അപ്പൊ ഹേമമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇന്നലെ രാത്രിയിലെ അമ്മയ്ക്ക് അച്ഛനൊരു ലേറ്റസ്റ്റ് ഫാഷനുള്ള കല്ലുമാല വാങ്ങിച്ചു കൊടുത്തു. അത് കാണിക്കാൻ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുക. കല്ലുമാലയോ? പരസ്യത്തിൽ കാണിക്കുന്ന മാലേ. അത് പുതിയ ഫാഷൻ അല്ലേ? ആ, അമ്മ പോലും ഞെട്ടിയിരിക്കുക. ദേ അമ്മ എത്തി. ഇനി മാലയെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ നേരിട്ട് ചോദിച്ചോ. മാലയെ പറ്റിയാ നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ഇനി കേട്ടോ കവരെ, അപ്പുറത്തെ ജാനു എടുത്തില്ലേ, മാലയിന്ന് കണ്ണെടുക്കുന്നുണ്ടായിട്ടില്ല. ഹേമേ നോക്കി, പുതിയ ഫാഷനാന്ന്. ഇത് പഴയ മോഡൽ തന്നെയാ. പരസ്യത്തിൽ കണ്ടേനെ കല്ലിന് കുറച്ചുകൂടെ വലിപ്പമുണ്ട്. ഇത് കല്ല് തീരെ ചെറുതായി പോയി, കാണാൻ ഒരു എടുപ്പുമില്ല. ഈ മാലേ ഇതിനൊക്കെ സ്വല്പം കൂടെ ഇറങ്ങി കിടക്കണം. ഈ മോഡലിനെ ഈ ഇറക്കം ധാരാളമാ. അപ്പൊ ഹേമമ്മയ്ക്ക് ഈ മാല തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയോ കുറവുള്ള പോലെ തോന്നുന്നു. എനിക്ക് അങ്ങോട്ട് ഇഷ്ടായില്ല. എനിക്ക് അപ്പുറത്തെ ഇച്ചിരി പണിയുണ്ട്, ഞാൻ പോട്ടെ. അതെ, ഓക്ക് മാലയിൽ ഇഷ്ടായി, പക്ഷേ കുശുമ്പാന്ന്. നീ നോക്കിക്കോ, ഈ മാലേന്റെ പേരില് ഓളിയുടെ ഒരു ലഹള എന്നെ ഉണ്ടാക്കും. കണ്ടോണേ. നീ അരച്ചു കഴിഞ്ഞില്ല ഇതുവരെ? ഇല്ലമ്മ, കുറച്ചുകൂടി ഉണ്ട്. ആ, എന്നാ നന്നായിട്ട് ഇറക്ക്. എന്താ ആശാനെ ഇങ്ങനെ കിടക്കുന്നത്? ഞാൻ ഈ കിടപ്പ് ആസ്വദിക്കട. ഒരു പ്രശ്നമില്ല, ഇങ്ങനെ കിടക്കാൻ എന്ത് സുഖോടാ. അതിനും കൂടി ഇന്നലെ നമ്മൾ ഓടിയില്ല ആശാൻ ഒരുപാട്. ഓടിയെങ്കിലും എന്താടാ, ഇന്നെല്ലാം ശാന്തമല്ലേ, പൈസ ആർക്കും കൊടുക്കാനുമില്ല. നമുക്കും കൊണ്ട് പൈസ ആരും തരാനുമില്ല. കിടക്കാനൊക്ക എന്നും ഇങ്ങനെ ആയാലും എന്താണല്ലേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ആശാനെ. അല്ലെങ്കിൽ ഹേമേച്ചിയുടെ മാല പണയം വെക്കാനും അത് പണയം വെച്ച് സുഹാസിനി ചേച്ചിക്ക് വേറെ പുതിയ മാല വാങ്ങിച്ചു കൊടുക്കാനും മാനവീയങ്കാരുടെ പൈസ കൊടുക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? എന്തായാലും ഒരു പ്രശ്നങ്ങളില്ലാത്ത ഈ ദിവസം നമുക്ക് ആഘോഷിക്കണോടാ. അതെ, എല്ലാത്തിന്റെയും മാസ്റ്റർ ബ്രെയിൻ ഈ കരങ്ങനാണ്. ആ മാലിന്റെ കളറങ്ങാൻ പോകാനുണ്ടല്ലോ, നിന്നെ ബ്രെയിൻ ഡെത്താക്കും ഞാൻ. അതിന്റെ കളർ പോകില്ല ആശാനെ, ഞാൻ ഗ്യാരണ്ടി. പക്ഷെ ആശാന്റെ ജീവന് ഞാൻ ഗ്യാരണ്ടി തരില്ല. അല്ലെങ്കിൽ നിനക്ക് നിന്റെ കാര്യം മാത്രമാണല്ലോ. എന്താടി ഇങ്ങനെ നോക്കണ്? അവക്ക് പുതിയ ഫാഷനുള്ള പുതിയ മാല വാങ്ങിച്ചു കൊടുത്തു അല്ലേ? അത് പിന്നെ അവക്ക് ശംഖുമാവിടെ വീട്ടിൽ കല്യാണത്തിനുണ്ട്. അതിന് പഴയ മാല എടുത്തു കൊടുത്താ പോരെ? എന്തിനു പുതിയ മാല വാങ്ങിച്ചേ? ഞാൻ അപ്പൊ അവക്ക് പുതിയ മാല,
എനിക്ക് എപ്പോഴും ഈ പഴയ മല. നിങ്ങൾക്ക് നല്ല വേർതിരിവുണ്ട്, എനിക്കറിയാം. അവക്ക് എപ്പോഴും പുതിയതിടണം, എനിക്ക് പഴയതും. എന്റെ ഹേമു, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്ന കാര്യമുണ്ട് നീ ഇപ്പൊ പറയണത്. ആഹാ, മനസ്സ് വിചാരിക്കാതെ ഇത്രയും വില കൂടിയ മാല വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ വിചാരിച്ചിരുന്നെങ്കിലോ? എന്റെ ഹേമു, അവൾക്ക് പുതിയ മാല വാങ്ങിച്ച അവളുടെ പഴയ മാല വിറ്റോണ്ടാണ്. അന്നത്തെ ബുദ്ധിമുട്ടുകൊണ്ട് സംഭവിച്ചാണ്. ആ ശരി, എങ്കിലേ എനിക്ക് അതുപോലത്തെ പുതിയ മാല വാങ്ങിക്കണം. അപ്പൊ ഈ മാല എന്ത് ചെയ്യും? ഇത് വിറ്റിട്ട് ആകാശിന് വാങ്ങിച്ചാ മതി. വിൽക്കാനാ? ആശാനെ കേട്ട മാല വിൽക്കാൻ പോണെന്ന്. എന്തിനാ വിറ്റാല്? 3.5 പവനാ, 3.5 പവൻ. ഇത് കൊടുത്താലേ അതുപോലത്തെ 2 മാല വാങ്ങിക്കാൻ പറ്റും. സുഖമായിട്ട് ജയിലിൽ പോയി കിടക്കാനും പറ്റും. എന്താ പറഞ്ഞേ? അല്ല, ആശാൻ വാങ്ങിച്ചു പറയായിരുന്നു. ലാലേട്ടാ, എപ്പോ പറ്റും? വാങ്ങിക്കാട് നീ ഇപ്പൊ സമാധാനായിട്ട് പോ. എന്തായാലും എനിക്ക് ഈ മാല മാറ്റിയേ പറ്റുള്ളൂ. അതെ, പോവാൻ നേരത്ത് വന്നാ മതി, ഞാൻ ഊരിത്തരാം. കേട്ടോ? കേട്ടോന്ന്? കേട്ടു. ഉറപ്പാണല്ലോ? ആശാനെ, ഈ റോൾഡ് ഗോൾഡിന്റെ മാല വിറ്റിട്ട് എങ്ങനെ കല്ലുമാല വാങ്ങിക്കാനാ? കിടക്കാനക ഒരു പ്രളയം വന്നിട്ട് നിങ്ങൾ ആലോചിക്കരുത്. ഞാൻ ആലോചിക്കില്ല ആശാനെ. എന്താടാ? എനിക്ക് ജീവിക്കണം. ചേട്ടാ, എനിക്കൊരു ശിഷ്യനുണ്ട്, കനകൻ. അതിന് ഞാനെന്ത് വേണം? അവനൊരു പെണ്ണിനെ വേണം. കനകം എന്ന് പറഞ്ഞാ സ്വർണം. ഈ കല്യാണങ്ങൾ നടക്കുന്നത് തന്നെ സ്വർണ്ണം ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ പിന്നെ പെണ്ണിന് കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അല്ല, ഈ പയ്യൻ എങ്ങനെ എന്നെ പോലെ സ്മാർട്ടാണ്? അതിപ്പോ ചേട്ടനെ കണ്ടു നോക്ക്. ഞാൻ എങ്ങനെ അവന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയണത്? എന്തു പറഞ്ഞാലും ഞാനത് കയറ്റി പറയണെന്ന് പറയും. കേറ്റി പറയാൻ ഇതെന്താ ലേലം വിളിയ? നിങ്ങൾ ചെക്കനെ കാണിക്ക്, കല്യാണം ഞാൻ നടത്തി തരാം. ഇവന്മാരെ കണ്ടില്ലേ? നാടകക്കാരെന്ന് പറഞ്ഞ സമയത്തിന് വന്നു കിട്ടാൻ പ്രയാസം. വരുന്നുണ്ട്. അവിടെ ഇപ്പൊ അവിടെ നാണോട്ടം വന്നിട്ട് അറിയുന്നരാ. കുറച്ചേരായി, വെറും 1 മണിക്കൂർ. നിങ്ങൾ കലാകാരന്മാരായോണ്ട് ഞാനങ്ങ് ക്ഷമിച്ചതാട്ടോ. അല്ല പ്രേമ, നിങ്ങൾ പയ്യനെ കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് എവിടെ പയ്യൻ? പയ്യനല്ലേ ഇത്? എവനോ? എത്ര വർഷം മുമ്പ്? ആശാനെ വിളിച്ചെടുത്തിട്ട് കളിയാക്കാണാ? ഇയാൾ ബ്രോക്കറാണ്, എനിക്ക് തോന്നല്ല. ഇത് നടക്കണ വാ, നമുക്ക് പോവാം. അതെ, ബ്രോക്കർ മൂന്നാൻ എന്നൊന്ന് എന്നെ വിളിക്കും. പിന്നെ നാണു ബ്രോ, അതാണ് എന്റെ ശരിക്കുള്ള പേര്. വേണമെങ്കിൽ മീഡിയേറ്റർ എന്ന് വിളിച്ചു. ആശാനെ എന്റെ റേഡിയേറ്റർ ചൂടായിട്ടിരിക്കണ്ട, എന്റെ വായിലിരിക്കുന്ന കേൾക്കും. നീ ഒന്ന് അടങ്ങ്. ആശാൻ നടക്കൂല, നമുക്ക്. ആണോട്ടാ, എങ്ങനെയാണ് കാര്യങ്ങള്? ഇവന് പറ്റിയൊരു പെണ്ണ്. ഇതാണോ കനകം സ്വർണം എന്നൊക്കെ പറഞ്ഞ സാധനം? സ്വർണത്തിലും അല്പം ചെമ്പൊക്കെ കാണുമല്ല. പക്ഷെ ഈ സ്വർണത്തിൽ ചെമ്പല്ല, ഇരുമ്പ, അതും തുരുമ്പ് പിടിച്ചത്. ഇത് നടക്കുവോ നാണോട്ടാ? ഇപ്പോഴത്തെ ഒരു ലോക സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ പ്രയാസം. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ആശാൻ നടപടിയാവാത്ത കേസാട്ടെ, നമുക്ക് പോകാം. അല്ല, ആളല്പം ചൂടനാണല്ലേ? അത് കല്യാണം കഴിയുമ്പോൾ മാറിക്കോളൂ. എന്നാ ഭാവി വധുവിനെ കുറിച്ചുള്ള ഇയാളുടെ സങ്കല്പം എന്താണെന്ന് ചോദിക്കും. അല്ല, എന്റെ പണി എളുപ്പാക്കാൻ വേണ്ടി പറഞ്ഞതാ. പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. അല്ല, പെണ്ണിനെ പറ്റി എനിക്ക് അങ്ങനെ വലിയ സങ്കല്പമൊന്നുമില്ല. പെണ്ണ് നല്ല വെളുത്തായിരിക്കണം, പിന്നെ ചുരുണ്ട് ഇടതൂർന്ന് മുടിയായിരിക്കണം, പിന്നെ കുറച്ച് വാചകം കൂടുതൽ പാചകം, പിന്നെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയണം. അത് മസ്റ്റാണ്. ശരി, സമ്മതിച്ചു. അതിന് പറ്റിയൊരു പെണ്ണുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? ചെക്കനെ ഒന്ന് മാറ്റേണ്ടി വരും. ആശാനം നടക്കണ കാര്യമില്ല കേട്ടോ. ഞാനൊരു പെണ്ണിനെ ലൈനടിച്ച് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചോളാം. അങ്ങനെ അങ്ങ് പിണങ്ങി പോകാതെ. ഇതിലും മോശപ്പെട്ടവർ അല്ല, അങ്ങനത്തെ ആൾക്കാർ വളരെ കുറവാണ്. എന്നാലും ഞാൻ പെണ്ണിനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതും ഞാൻ നടത്തും. പെണ്ണിനെ അഭിനയിക്കാൻ അറിയണം. ദാമ്പത്യമല്ലേ ആശാനെ ഏറ്റവും വലിയ അഭിനയ കളരി? ഇതും നമുക്ക് നടത്താം, പോരെ? നടക്കൂടെ? ഉറപ്പ്? ഒന്ന് അടങ്ങിയിരിക്കച്ചാ. ഈ ആരെടുത്തില്ലെങ്കിൽ ഇത് ഇവിടെ ഇരുന്ന് പഴിക്കൂട്ടോ. ആശാനെ, ആശാനെ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അതല്ല ഞാൻ കയ്യിൽ ആരും കയറി ഇവിടെ ഇരിക്കണത്. അതല്ല ആശാനെ, ആ ബ്രോക്കർ നാണുവിനെ നമുക്കൊന്ന് വിളിക്കണ്ടേ? ആശാനൊന്ന് മുൻകൈ എടുത്താലേ ഇത് എവിടെയെങ്കിലും ഒന്ന് എത്തിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പോരാറിഞ്ഞ് ഓടും വിളിച്ചു വെക്കും. കനേട്ടിന് എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? കനേട്ടിന് പെണ്ണ് കാണാൻ പോയതായിരുന്നു അച്ഛനും ആ ബ്രോക്കർ കൂടി. എന്നിട്ട് എന്നെ പട്ടി ഓടിച്ചിട്ടാ. എന്നേക്കാൾ നന്നായിട്ട് ഓടണ പട്ടി. ആ ബ്രോക്കർക്ക് ഒരു കടി ആവശ്യമായിരുന്നു. അയാള് വെള്ളത്തിൽ ചാടിയടാ. കുറച്ചു നേരം പട്ടി അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ അയാള് തിരിച്ചു കയറിയില്ല. ആ സമയത്ത് അച്ഛൻ വേല് ചാടിയത്. നമ്മളെത്ര മധുരം വേലും ചാടിക്കണം അല്ലേ ആശാനെ? കിട്ടിയ ചോരോടി ഞാൻ കുറച്ച് എന്നാറ്റിയ. ആഹാ, കനക ചോരയാന്ന് കണ്ടിനി. നല്ല ലക്ഷണാന്ന്. ഈ കല്യാണം ഉറപ്പായിട്ടും നടക്കൂട്ടാ. നടന്നാ മതിയായിരുന്നു. എടാ കനക, നാളെ എനിക്ക് ഒഴിവുണ്ടാവൂലട്ടാ. ആശാനോടെ പോണ? ബാങ്കിന് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. നീ പെണ്ണാണാൻ പോകുമ്പേ സുനിച്ചിനെയും കൂട്ടി പോ. അപ്പൊ നാളെ പോണോന്നാണ് ആശാൻ പറയണേ. പിന്നെ പോവാതെ പോകുമ്പേ കുറച്ച് വൃത്തിക്ക് മെനക്കൊക്കെ പോണോട്ടാ.
അല്ലെങ്കിലേ അവര് നിന്നെ കണ്ടിട്ടേ അച്ഛനാണ് അമ്മാവനാണെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് വൃത്തിക്ക് മെനക്കം പോണെന്ന് പറഞ്ഞത്. ഇല്ല അച്ഛനെ, നാളെ മൊത്തത്തിൽ ഞാൻ എല്ലാവരും ഞെട്ടിക്കും. ആശാൻ നോക്കൂ. സരസു ദാ അവര് വന്നു തോന്നുന്നു. ഞങ്ങൾ താമസിച്ചില്ലല്ലോ അല്ലേ? ഏയ് താമസത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം മുറ്റത്ത് കിട്ടും. ഒക്കെ ദൈവസഹായം. പാവം, ദൈവം എല്ലാം വാരിക്കോരി കുടിച്ചു, ചെവി മാത്രം കൊടുത്തില്ലെന്ന് തോന്നുന്നു. പയ്യൻ ഇറങ്ങ്. ആ, ഇറങ്ങ്. ചെക്ക് ഭയങ്കര നടക്കാരനാണ്. നാണയ എന്തിനാ വെറ്റിലേല് വെക്കാനാ? ഇപ്പൊ എന്താ പറഞ്ഞേ? നാണയം എന്തിനാ വെറ്റിലേല് വെക്കാനാണ്. ഇങ്ങേർക്ക് ചെവിയാക്കില്ല, നിനക്ക് കേട്ടൂടെ? കനക നാണിച്ചിട്ട് കാര്യണ്ടാ? പെണ്ണ് കണ്ടേ ഇറങ്ങി. കമാൺ. ചെറുക്കൻ അല്പം മോഡേണാ. ആദ്യമായിട്ടാ പെണ്ണ് കാണാൻ വരുന്നേ. അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇതാരാ? കൂട്ടുകാരനാ. കൂത്തല്ലേ? ആസനായിട്ടുണ്ട്. കനക ഇറങ്ങി വാ.